സ്വാന്തന പരിചരണം ചികിത്സാ രീതിയോ ഇടപെടലോ മാത്രമല്ല മനോഭാവം വർദ്ധിപ്പിക്കൽ കൂടിയാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പാലിയേറ്റീവ് വോളണ്ടിയർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാന്ത്വന പരിചരണം ചികിത്സാ രീതിയോ ഇടപെടലോ മാത്രമല്ല മനോഭാവം വർദ്ധിപ്പിക്കൽ കൂടിയാണെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പാലിയേറ്റീവ് വോളണ്ടിയർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർദ്രം മിഷൻ 2 ലക്ഷ്യങ്ങളിലൊന്നായ സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ചടങ്ങിൽ KP കുഞ്ഞഹമ്മദ് കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി അസിസ്റ്റന്റ് പ്രൊഫസർ S മിഥുൻ ക്ലാസ് എടുത്തു. 2018 രൂപം കൊണ്ട സുരക്ഷ പെയിൻ പാലിയേറ്റീവ് സൊസൈറ്റി കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പോയി പരിചരണം നൽകുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ലോകാരോഗ്യ സംഘടനയുടെ പരിശീലനം ലഭിച്ച 2800 വോളണ്ടിയർമാരാണ് ഗൃഹപരിചരണം നിർവഹിക്കുന്നത്. ജില്ലയെ സമ്പൂർണ്ണ കിടപ്പ് രോഗി പരിചരണ ജില്ലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി UL ടെക്നോളജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തയ്യാറാക്കി നൽകിയ സുരക്ഷ ഇ-കെയർ സോഫ്റ്റ്വെയർ ULCCS ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ MK ജയരാജിൽ നിന്ന് സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ P മോഹനൻ ഏറ്റുവാങ്ങി. കാനത്തിൽ ജമീല MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, A പ്രദീപ് കുമാർ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ്, സനാഫ് പാലക്കണ്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ACV ന്യൂസ് കോഴിക്കോട്.